വണ്ടാനത്തെ ഡോക്ടറുമായിട്ട് ഇടപെട്ട് ഇന്ന് രാവിലെ അവിടെ ചെല്ലാൻ പറഞ്ഞ് അവർ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇത് രഹസ്യമായിരിക്കും, ആരോടും പറയണ്ട, തിങ്കളാഴ്ച ഒന്ന് അഡ്മിറ്റ് ചൊവ്വാഴ്ച നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ഇന്ന് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ECG എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഇത് വണ്ടാനത്തോട്ട് ചെന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ പ്രൈവറ്റായിട്ട് കാണിച്ചിട്ടാണ് അടുത്ത് ഒത്തിരി എന്ന് വെച്ചാൽ ഇവളെല്ലാ ദിവസവും ഈ ക്ഷീണമായിട്ട് എപ്പോഴും കൊണ്ടുപോയി. അപ്പോൾ പിന്നെ പ്രൈവറ്റായിട്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ നാസർ ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ട് കാണിച്ചതിന് ശേഷമാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് സ്കാനിങ്ങിൽ മൂത്രത്തിൽ കല്ലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു എക്സ്റേ ഇവിടെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഇന്നലെ എക്സ്റേ എടുക്കുന്നത്. എക്സ്റേ എടുത്തപ്പോഴത്തേനും ആണ് ഈ കത്രിക കാണുന്നത്. അല്ല, ഇത് പുറത്ത് ആരോടും പറയേണ്ട, നമുക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് പറഞ്ഞ് അപ്പൊ ഇന്നലെ നാസർ ഡോക്ടർ അങ്ങനെ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് ഇന്നലെ നാസർ ഡോക്ടറെ കൺസൾട്ടൻസിയിൽ സ്കാനിങ് ചെയ്തു. അപ്പൊ ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയി എക്സ്റേ എടുത്ത് അപ്പൊ ഡോക്ടറാണ് അങ്ങോട്ടുള്ള ഡോക്ടറുമായിട്ട് നമ്പർ മേടിച്ച് വിളിച്ച് അവിടെ ചെന്നു. പിന്നെ അപ്പോൾ ഇന്ന് ഡോക്ടർമാർ ഇങ്ങനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇത് പുറത്ത് ആരോടും പറയേണ്ട, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചെയ്തു തരാം, തിങ്കളാഴ്ച അഡ്മിറ്റായിട്ട് ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള ഇത് പറഞ്ഞു. പക്ഷേ ഇത് രഹസ്യമായിട്ട് തന്നെ ഇവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരോടും ഇവർ പറഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ ഇവൾ കരഞ്ഞത് കണ്ടാണ് ഞങ്ങൾ വന്നത്, എന്താ കാര്യം എന്നറിയാം. അപ്പോൾ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരത് പറഞ്ഞില്ല, പേടിച്ചിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഈ എക്സ്റേ പടം എടുത്ത് കാണിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമല്ല, നാളെ ഇത് വേറെ ആൾക്ക് സംഭവിക്കാൻ പാടില്ല. നിയമപരമായിട്ട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചു. അതെ, നഷ്ടപരിഹാരമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളിവിടെ ഇന്ന് കൺസൾട്ട് ചെയ്യപ്പോൾ അവരോട് ചോദിച്ചായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഓപ്പറേഷൻ എല്ലാം ചെയ്തു തരാം എന്നേ ഉള്ളായിരുന്നു, അല്ലാണ്ട് നഷ്ടപരിഹാരം തരാം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ അവർ പ്രോപ്പറായിട്ട് അവർ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി ചെയ്തു തരാം, അവരുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ആരാണ് അന്ന് ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കൺസൾട്ട് ചെയ്തത് ലളിതാംബയുടെ അവർ അസിസ്റ്റൻസ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. കാരണം സെക്കൻഡ് വേവ് കൊറോണയുടെ സമയത്തായിരുന്നു ചെയ്തത്. അപ്പൊ നമുക്കറിയത്തില്ലോ ആരാ ചെയ്തതെന്നൊന്നും. നമുക്കറിയത്തില്ലല്ലോ, അവരതൊന്നും പറയുന്നില്ലല്ലോ, ആരാ ചെയ്തതെന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മളിത് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കണ്ടത്. ഇന്നലെ വേറൊരു കാര്യത്തിന് വേണ്ടി എക്സ്റേ എടുത്തപ്പോൾ ഇത് കണ്ടു. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഏതുപോലെ. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന എക്സ്റേ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് മുന്നിലില്ല. ഉഷ പറയുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എച്ച്സലാം MLAയും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി നടത്തിയിരിക്കുന്നു. ഇനി കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോയി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് അത്തരത്തിലുള്ള നീക്കമാണോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതൊപ്പം ഉഷ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൂടി? തീർച്ചയായും മനീഷ, അത് തന്നെയാണ്. അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് നൽകുമെന്നത് തന്നെയാണ് എച്ച്സലാം MLA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം വരുന്ന വഴിയിൽ തന്നെ ആരോഗ്യമന്ത്രിയെ വിളിച്ചു. ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചതിൽ പ്രകാരം അദ്ദേഹം പറയുന്നത് ഇവർ ഏത് ആശുപത്രിയാണ് ആവശ്യപ്പെടുന്നത്, വണ്ടാനമല്ല സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏത് ആശുപത്രിയാണ് ആവശ്യപ്പെടുന്നത് അവിടെ ഇവർക്ക് വേണ്ട ചികിത്സ സർക്കാർ നൽകും. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചത് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും റെഡിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് എച്ച്സലാം MLA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇവർ പറയുന്നത്, അതായത് ഈ ഉഷാ തോമസ് തന്നെ പറയുന്നത് വണ്ടാനത്തേക്ക് ഇനി താൻ പോകില്ല എന്ന് തന്നെയാണ്, വണ്ടാനത്തിന് താൻ ചികിത്സിക്കില്ല എന്ന് തന്നെയാണ്. ആ പേടി അവരുടെ മുഖത്ത് നിന്ന്, നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ അവരുടെ മുഖത്ത് നിന്ന് ആ പേടി നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ തന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഏത് ആശുപത്രിയാണോ ആവശ്യപ്പെടുന്നത് അവിടേക്ക് എത്തിച്ച് ഇവരുടെ ആ ഒരു ചികിത്സിച്ച് അവരുടെ ശസ്ത്രക്രിയ ചെയ്ത് അവരുടെ വയറ്റിൽ നിന്നും ആ കത്രിക പുറത്തെടുക്കുമെന്ന് തന്നെയാണ് എച്ച്സലാം MLA പറഞ്ഞത്. മാത്രമല്ല അവർക്ക് വേണ്ടിയുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ പരിശോധിക്കും എന്ന് തന്നെയാണ് എച്ച്സലാം MLA വ്യക്തമാക്കുന്നത്. ഏതായാലും 5 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഉഷ തോമസിന്റെ വയറ്റിൽ ഇത്തരത്തിൽ കത്രിക കുടുങ്ങിയത്. ഈ വയറ്റിൽ മുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർ ആശുപത്രി ചികിത്സയ്ക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. അതിനിടെ ഓപ്പറേഷനിടെയാണ് ഈ ലളിതാംബിക എന്നൊരു ഡോക്ടറാണ് ഇവർക്ക് ഇത് ഓപ്പറേഷന് വേണ്ടിയുള്ള തികതിയും സമയവും ഒക്കെ കുറിച്ചു നൽകിയത്. അവരുടെ അണ്ടറിലുള്ള അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ആണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ ചെയ്തത് എന്നാണ് ഈ എച്ച്സലാം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഏതായാലും വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനിടയിലാണ് ഈ കത്രിക കുടുങ്ങിയത്. പിന്നീട് കത്രിക കുടുങ്ങിയതിനു ശേഷം ഇവർക്ക് വലിയ രീതിയിലുള്ള വേദനയും, അതായത് നടുവേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ, വയറുവേദന ഉൾപ്പെടെയുള്ള കലാശലായ വേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. ഇവ മൂത്രമൊഴിക്കുമ്പോൾ പോലും രക്തം പോകുന്നു എന്ന രീതിയിലുള്ള വേദന, അത്രയും വേദന സഹിച്ചുകൊണ്ടാണ് ഇവർ 5 വർഷം നിന്നത്.
ആ വേദന വരുമ്പോഴൊക്കെ ഡോക്ടറെ കാണിക്കുകയും അതിന് വേദന സംഹാരി ഗുളികകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ നൽകി താൽക്കാലികമായ ആശ്വാസം നൽകുകയാണ് ചെയ്തത്. പിന്നീട് വിട്ടുമാറാത്ത വേദനയുള്ള സമയത്താണ് ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ഡോക്ടറായ ഹാരിസുമായി ഇവർ ബന്ധപ്പെടുന്നത്. അത് ഇവരുടെ മെഡിക്കൽ കോളേജിലെ പകരം ഡോക്ടറെ സ്വകാര്യമായി സന്ദർശനം നടത്തുകയായിരുന്നു. ആ സന്ദർശനം നടത്തുന്ന ഡോക്ടർ വീണ്ടും മരുന്ന് നൽകുകയും ഒരു എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് കത്രിക കണ്ടെത്തിയത്, വയറ്റിനുള്ളിൽ കത്രിക കണ്ടെത്തിയത്. ഈ കത്രിക പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക്